ഉമ്മ ആ ഇജ്ജ് നീച്ചാ എന്തിനാ എത്ര നേരത്തൊക്കെ നീച്ചിക്കണത്? അത് സാരില്ല അമ്മ, ഞാൻ അവിടെ നേരത്തെ നീക്കും. ഞാൻ മുറ്റടിച്ചോരാ, നിങ്ങളിവിടെ അടുക്കളയിലല്ലേ. വേണ്ട വേണ്ട, മുറ്റൊക്കെ ഞാൻ അടിച്ചു ഒരുക്കോളാം. ഇനിയിപ്പൊ എന്ന് ജനല്ല ചെയ്യാനുള്ളത്, ഇന്നത്തെ ഒരു ദിവസം ഇജ്ജ് അവിടെ റെസ്റ്റ് എടുത്തോ. അത് സാരില്ല അമ്മ, ഞാൻ ചെയ്തോളാം. ഓ, നേരെ 8 മണി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവള് നീച്ചു വരുന്നത്. ഈ ചെക്കത് ഉടുക്ക പോവാൻ നിക്കണ്ടല്ലോ, കുളിച്ചെങ്ങാണ്ടാണ് പോണാണ്ടിക്കും. പോയോക്കട്ടെ. അല്ലടാ, ഇജ്ജ് എവിടേക്ക് ഈ നേരം വെക്കുമ്പോ തന്നെ? ഞാൻ പുറത്തേക്കാ. ഈ ദിവസം തന്നെ നമുക്ക് പോണമെന്നുണ്ടോ? ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്റേത്. ഇന്നലെ ആ പെണ്ണിനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കിട്ടാ. ഇത് നേരെ ഇനി വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ 4 കാലിലാണല്ലോ കേറി വരിക. ഞാൻ പോകുന്നത് കള്ളു കുടിച്ചാലും കഞ്ചാവ് പഠിച്ചാലല്ല, ചെക്കന്മാരെ വിളിച്ചിന്. അപ്പൊ ഞാൻ ഓല കൂടെ ഒന്ന് പോയോക്കട്ടെ. ഇല്ല, ഒന്നോ 5 കാരണം ഇറങ്ങി പോയി ഇവിടുന്ന്. ഇനി ഇതിനും കൂടി നമുക്ക് പറഞ്ഞേക്കണം എന്നുണ്ടോ? ആ ഇപ്പൊ ഇന്നെ പറഞ്ഞോളൂ, ഞാൻ കള്ളു കുടിച്ചിട്ടാണ് മറ്റോള് പോയിന്നല്ലേ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ലേ? നിങ്ങളും നിന്റെ പെങ്ങളും പറഞ്ഞൊന്നും ഒന്നും ഉണ്ടാവില്ല. ആ, സംഭവമൊക്കെ ശരി തന്നെയാണ്. ഞാനും കൂടി ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും. അത് എന്റെ കജ്ജിലിരിപ്പോണ്ടും ഓളെ നാവുകൊണ്ടാണ് ഓളെ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കണത്. ഇജ്ജ് പോണൊക്കെ ശരി, ഓളോട് പറഞ്ഞിട്ട് പോയിക്കൊന്നാല്. എനിക്ക് ഒഴിവില്ല ഓളോട് പറയാനേ. നിങ്ങളെ പണി എന്താ നോക്കി നിങ്ങള്. ഇജ്ജ് എന്താച്ച ചെയ്യൂടുന്നാല് എന്റെ ഇഷ്ടം പോലെ. ആയിക്കോട്ടെ. ഒന്നും പറയാൻ പറ്റൂല ചെക്കനോട്. ഒക്കെ കേടന്ന ഫ്രിഡ്ജിക്ക് വെക്കാനാണെങ്കിൽ പറ്റ മറന്നു ഞാൻ. ഇക്കത് എവിടക്ക പോയി? ഉമ്മ, ഇക്ക എവിടമ്മ? ആ, മോനടി അങ്ങാടിക്കാണ് പോയിന്നേ. ആരോ ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞീന്ന്. അന്നോട് പറയാൻ പറഞ്ഞതാ എന്നോട്. അന്നെ കൊറേ വിളിച്ചു പോനെ. അപ്പൊ ഇജ്ജ് അവിടെ മിറ്റടിച്ചു വരില്ല, ആ സൗണ്ട് കൊണ്ട് ഇജ്ജ് കേട്ടിട്ടുണ്ടാവൂല. ഓ ഇപ്പൊ വരും. അതെ, എന്നാ ഇജ്ജ് വന്നിട്ടേ ചായയും കടിയും കുടിച്ചെന്നാല്. വേണ്ടമ്മ, ഞാൻ ഇക്ക വന്നിട്ടേ ഞാൻ രണ്ടാളും കൂടി ഒരുമിച്ച് നിന്നോണ്ട്. അല്ല, ഓൻ വരാൻ കുറച്ച് നേരം വെക്കുണ്ടാവും. പിന്നെ ഓൻ വന്നേക്കന്നൊന്നും കുടിക്കൂല. ഇജ്ജ് ഇങ്ങനെ വയറ് കാളിങ്ങാണ്ട് ഇരിക്കണ്ട. അത് സാരില്ലമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നോളാം. ഈ പെണ്ണിനോട് എന്ത് പറഞ്ഞിട്ടാ ഞാൻ പൊടിച്ച് നിക്കൊക്കെ അറിയില്ല. ഇല്ലാത്തൊരു കഷ്ടം. ഒന്നും ഉണ്ടാവാതിരുന്നാ മതിയായി. ഇക്കത് എവിടുക്കാ പോയത്? ഇന്നെ ഇവിടെ ഒറ്റക്കാക്കിയോണ്ട്. മുണ്ടി പറയാനും കൂടി ഒരാളില്ല. ഇമ്മാനോട് ഇപ്പൊ എത്ര വെച്ചിട്ട് വർത്താനം പറയാം. ഹലോ, കൊഴപ്പൊന്നുമില്ലമ്മ. ഇല്ല, ചായ അടിച്ചിട്ടില്ല, കുടിക്കണം. ഇക്കണ്ട അങ്ങാടിക്ക് പോയതാണ്. കുറച്ച് കഴിയുമ്പോത്തിന് വരുന്ന പറഞ്ഞു. എന്നാ ഇക്ക വന്നിട്ട് രണ്ടാക്കും കൂടി ഒരുമിച്ച് കുടിക്കാലോ വെച്ചിട്ടിരിക്ക. കൊഴപ്പൊന്നുമില്ല, നല്ല സംസാരിക്കണൊക്കെ ഉണ്ട്. എന്താ ഇക്കാനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഓരോ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇക്കാനെ ഇട്ടിട്ട് പോയത്. എന്നോട് സംസാരിച്ചതിൽ ഇക്കാനായിട്ട് ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയത്. നല്ല സ്വഭാവമൊക്കെ തന്നെയാണ്. പിന്നെ എന്താ ഓല് ഇട്ടു പോയതെന്നൊന്നും അറിയില്ല. ഇന്നും കുഴപ്പമൊന്നുമില്ല. ഞാന് രാവിലെ എണീച്ച് മുറ്റൊക്കെ അടിച്ചു വാരി. ഉമ്മ അവിടെ അടുക്കളയില് പണിയിലായിരുന്നു. അതൊക്കെ അടിച്ചു വാരി കൊടുത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ പോയിരുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നിരുന്നതാ. നിങ്ങള് ചാടിച്ചില്ലേ? നിങ്ങൾ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ട് ഇങ്ങനെ വിഷമിക്കണ്ട കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല.
ആ നിങ്ങളിപ്പൊ കരയാൻ നിന്നോളി. വന്നീന്നോ? ഓളെന്താ പറഞ്ഞേ? ആ വിളിക്കണം ഓൾക്ക് ഫ്രീ ആവുമ്പോ. ഞാൻ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ എന്തായാലും ഒരാഴ്ച കൂടെ കഴിയട്ടെ, എന്നിട്ട് വേണം ക്ലാസ്സിന് പോവാന്. ഞങ്ങള് വരണ്ട് കേട്ടോ. ശരി ഉമ്മ. പാവം, അതിന് സന്തോഷായിട്ടുണ്ടാവും. നല്ലൊരു ജീവിതം എനക്ക് കിട്ടിയിരിക്കുന്നുള്ളത്. ഏടി ആടി കേറി വായോ. എന്താ പണികളൊക്കെ കഴിഞ്ഞാ? പണികളൊന്നും കേട്ടില്ല മോളെ. കൊറേ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ തിരുമ്പാണ്ട്. കല്യാണത്തിന് വിരിച്ചിരുന്നതൊക്കെ ഇനി ഒന്നുകൊണ്ട് തിരുമ്പി ഇടണം സോപ്പും പൊടിയിൽ ഇട്ടിട്ട്. കല്യാണം കഴിഞ്ഞ തിരക്കല്ലേ. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞേക്ക് ഞാൻ അപ്പാട് പോയി. എന്റെ മകള് വരും ചെയ്തീന്ന്. ഓളെ കുട്ടി കാണുന്നുണ്ടെങ്കിൽ പനി ചെയ്യുന്നടി. അപ്പൊ അതിനൊന്ന് ഡോക്ടറെ കാണിക്കും വാണിച്ചിട്ട് അങ്ങനെയാണ് പോയി. എന്റെ മകന്റെ പെണ്ണുങ്ങളൊന്നും കാണാനൊന്നും പറ്റിയില്ല എനിക്ക്. അപ്പൊ ഞാൻ ഓളെ കാണാൻ വേണ്ടിട്ട് വന്നതാ. എന്താ പാട്? എപ്പഴാ നീച്ച് വന്നിക്കണ്? നേരെ 8 മണിയൊക്കെ കഴിക്കണ് വന്നപ്പോ. വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മിറ്റടിച്ചു വരാറ്. അപ്പൊ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഈ ഫസ്റ്റ് തന്നെ നമ്മളത് ചെയ്യിപ്പിക്കണ്ടല്ലോ. ഇതെന്തിനാ അടിച്ചു വരണ്ടാന്നൊക്കെ പറയാൻ പോണ്? ചെയ്യണേണ് ചെയ്തോട്ടേന്ന്. ഇനി എന്നും ഓളന്നെല്ലാം എടുക്കാനുള്ള ഇതിന്റെ ഉള്ളില്. എന്തിനാ ഇപ്പൊ ഒരു ദിവസമായിട്ട് ഓളെങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുത്തേണ്ട ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല. ചെക്കൻ എന്നിട്ട് എവിടെ? ഞാൻ പിന്നെ ഓർത്ത് ഇജ്ജ് പറഞ്ഞ പോലെ ഇനി എന്നും ഓളന്നെല്ലാം ചെയ്യാള് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മുണ്ടാൻ പോയില്ല. ഓന്റെ കാര്യൊന്നും പറയാതിരിക്കാന്നല്ലേ. നേരെ വെളുത്തേക്ക് മാറ്റി ഒരുങ്ങി പോയിക്കണ്. നീ വൈകുന്നേരം നീ ഏത് കോലത്തിനാണാവോ വന്ന് കേറുക. ആകെ പേടിയാവുണ്ട് എനിക്ക്. ഇതിപ്പോ നല്ല കഥ. ഇതെന്തിനപ്പാ ചെക്കനെ ഇപ്പൊ പറഞ്ഞയച്ചിരിക്കണത്? അനക്കറിയില്ല എന്നത്തെ അവസ്ഥ. വൈകുന്നേരം ആകുമ്പോൾ 4 കാലിൽ എന്റെ മകൻ വന്ന് കേറുക. ഈ ദിവസം തന്നെ ആ പെണ്ണ് എല്ലാ കാര്യങ്ങളും അറിയണ. ഇത് നന്നായിട്ട് എന്തിനപ്പ പറഞ്ഞയച്ചത്? ഞാൻ എന്ത് ചെയ്യാനാണ്? അനക്കറിയില്ല എന്റെ മകന്റെ സ്വഭാവം. എനിക്ക് ഓനോട് വർത്താനം പറയാൻ തന്നെ പേടിയാണ്. കിട്ടിയ തെറ്റ് എന്തെങ്കിലും എന്റെ തലക്കടിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ അത് മതിയാവും. ഞാൻ അതുകൊണ്ട് വല്ലാതെ ഒന്നും വർത്താനത്തിന് നിൽക്കലില്ല. എന്റെ മകനോട് പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും ഉടുക്കൂലല്ലോ. വേഗം ഒരു കുട്ടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് ഇട്ടെറിഞ്ഞു പോവൂല. മറ്റോള് കുട്ടി ആവാത്തത് കൊണ്ടാണ് വേഗം ഇട്ടെറിഞ്ഞു മണ്ടിയത്. ഇതെങ്കിലും ഒന്ന് നോക്കാൻ പറയൂ ഓനോട്. എന്നിട്ട് പെണ്ണെവിടെ? ഒന്ന് കാണട്ടോളെ. ആ ഫോട്ടോത്തിലൊക്കെ കണ്ടപ്പോ നല്ല നിറവും ഇതൊക്കെ ഉണ്ടായിന്നേ. ഇപ്പൊ നേരിട്ട് കാണാപ്പ എന്താ അവസ്ഥ എന്ന് ആർക്കറിയാം. ജെസ്സിയെ, ജെസ്സിയെ. ആരും വിളിക്കണ്ടല്ലോ. അത് വരുന്നിമ്മ. ഇപ്പൊ വരാ. ഞാനേ അന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അനക്ക് ഇന്നെ മനസ്സിലായാ? ഇല്ല. ഓൾക്ക് എങ്ങനെ അന്നെ അറിയാ? ഓൾ അന്നെ കണ്ടിട്ടും കൂടി ഇല്ല. ഇത് നമ്മളെ അയൽവാസിയാണ്. ഞാൻ എന്തുണ്ടെങ്കിലും ഓളെ അടുത്തേക്കാ പോവുക. അതേപോലെ ഓൾ എന്തുണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വരും. അങ്ങനെ കഴിയണതാണ്. ഇന്നലെ ഓൾക്ക് എന്നെ കാണാൻ പറ്റിയിട്ടില്ല. ഇജ്ജ് ഇന്നെ കണ്ടിട്ടുണ്ടാവൂല. ഇനിയിപ്പോ എന്നും കാണാലോ. ഞാൻ എന്റെ തൊട്ട അയൽവാസി തന്നെയാണ്. എന്റെ ഉമ്മ എന്തുണ്ടെങ്കിലും എന്റെ അടുത്തേക്കാ മണ്ടി വരും. എന്ത് കാര്യം പറയാനൊക്കെ. ഇന്നലെ എന്റെ പെണ്ണിന്റെ കുട്ടിക്ക് പനി കഴിഞ്ഞടി. അപ്പൊ അത് കാരണം ഞാൻ നേരത്തെ പോയി ഇവിടുന്ന്. അതുകൊണ്ട് എന്നെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് എന്താ പാട്? പെരേന്ന് വിളിച്ചീന്ന്. ആ എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി വർത്താനം പറഞ്ഞോട്ടെ. ഞാൻ ഈ കട തുണിയും കുപ്പായം കുറച്ച് മടക്കി വെക്കാണ്ട് അവൻ മടക്കി വെക്കട്ടെട്ടാ. ആടി ആയിക്കോട്ടെ. ഞാൻ ഓളോട് ഓരോന്നൊക്കെ ചോദിച്ചറിയട്ടെന്ന് ചെല്ലേ. ആടി. അല്ല പെരേല് ഇപ്പൊ ആരൊക്കെയുള്ളത്? പെരേല് ഞാനും ഉമ്മയും തന്നെ ഉള്ളു. വേറെ ആരും ഇല്ല. അല്ലടി എന്റെ മാപ്പിള മരിച്ചതാ അതാ ഒഴിവാക്കിയതാ? എല്ലാരും പറയുന്നുണ്ട് മരിച്ചതാണ് എന്നൊക്കെ. എന്താ ഉണ്ടായത്? ഇക്ക മരിച്ചതാണ് താത്ത. ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല.
ഒക്കെ മറക്കാൻ ശ്രമിക്കാണ്. പുതിയൊരു ജീവിതത്തിലല്ല ഇപ്പൊ ഞാന്. എന്നോട് അങ്ങനെയുള്ളതൊന്നും ചോദിക്കരുത് ട്ടാ. എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാൻ ചെല്ലട്ടോ. ഇക്കേ ഒരുപാട് പണികളുണ്ട്. എന്നാ ശരി, എന്നാ ഞാൻ വരണ്ട്. ആയിക്കോട്ടെ. ഉം എന്താ അപ്പൊ ഓളെന്നല്ല, ഓളോടൊന്നും ചോദിച്ചാൻ പാടില്ല അത്ര. എന്താ ഓളെ മാപ്പിള മരിച്ചതന്നെയല്ലേ, എന്താ ഏതാന്നൊന്നും ചോദിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഇങ്ങനെ ആയാ പറ്റൂലല്ലോ. പെണ്ണ് ഇപ്പൊ തന്നെ നാവ് വലിച്ചാൽ തുടങ്ങിയേക്കും.